20 മിനിറ്റിൽ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന റേഷൻ വെള്ളരി വെച്ചിട്ട്, നമ്മൾ ആ റേഷൻ വെള്ളരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നത്തുമില്ല കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്, ആ ഒരു ഫ്ലേവർ പോലും വരത്തില്ല. നല്ലൊരു ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളൊരു കുറച്ച് ചിക്കൻ വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് നമ്മൾ സാധാ പൊരിക്കുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് പൊരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. മുളക് പൊടി കുറച്ചിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ ഒരു എണ്ണ കളയേണ്ടതായിട്ട് ചിക്കൻ പൊരിച്ചതിന് എണ്ണ കൂടി നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടല്ലോ, നമ്മൾ ഒരു 2-3 സവാള നിങ്ങൾക്ക് ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ട് ഒന്ന് കൊത്തിയരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു വയറ്റാനായിട്ട് വെച്ചേക്കുന്ന സവാളയുടെ കൂട്ടത്തിൽ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി എടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമുക്കത് ഇതുപോലെ നമ്മൾ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഗ്രാമ്പൂ ഏലക്ക പട്ട അതിൻ്റെ ഒരു പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്നൊന്നര തക്കാളി എടുത്തിട്ട് നമ്മൾ ആ ഒരു വഴറ്റിയെടുത്തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക. ഇനി അതിൻ്റെ കൂട്ടത്തിലേക്കാണ് നമുക്ക് വേണ്ടത് നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ജസ്റ്റ് ഒന്ന് കൊട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കാം കേട്ടോ. കൂട്ടി ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടി ഇളക്കി എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കാനുണ്ട് ഗ്രേവി ആക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 1.5-2 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് അതിനകത്തേക്ക് ചേർത്തെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചോറിനുള്ള എൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ഒട്ടി പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 5-6 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണം ഒന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ റേഷൻ വെള്ളരി ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 1.5 നാഴി റേഷൻ വെള്ളരി കഴുകി വാരിയിട്ട് ഒന്ന് വെള്ളം വാലാനായിട്ട് വെച്ചതായിരുന്നേ. ആ വെള്ളം വാലിന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് ആ ഒരു നമ്മൾ ഗ്രേവിയിലെ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒന്ന് കൊട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ നോക്കിയിടുക കേട്ടോ, ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിങ്ങളുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 1.5 നാഴി അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അരി എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വെള്ളം നമുക്ക് എന്തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കട്ടെ. ചില പാത്രത്തിൽ എന്തോരാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാത്രത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ചൂട് ആയിട്ട് ആ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാലോ ഏത് പാത്രത്തിലാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് പൊക്കി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാത്രം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ചൂടാകുമ്പം വെള്ളം വറ്റിപ്പോവും. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഇടയ്ക്ക് പൊക്കി നോക്കുന്ന ആ സമയത്ത് നിങ്ങൾ അതിനകത്തേക്ക് 1-2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എന്താ ഉണ്ടല്ലേ, എന്നിട്ട് വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്തുണ്ടല്ലോ ഇച്ചിരി മല്ലിയോ നിങ്ങൾക്ക് മല്ലിയിലോ പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് ഇനി വേറെ റൈസ് ഇട്ടൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഈ ഒരു റേഷൻ വെള്ളരിയുടെ ആ ഒരു റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് കൂടാ അതിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് താളിച്ച് അങ്ങനത്തെ കൊഴിച്ചിട്ടിട്ട് ഇനി നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കാനുള്ളവർക്കാണെങ്കിൽ നെയ്യ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പുകച്ചൊവയുടെ ഒക്കെ നമ്മുടെ മന്തിയുടെ ആ ഒരു അതേ ഫ്ലേവർ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കരിക്കട്ട നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചിട്ട് പാത്രത്തിലൊക്കെ ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെക്കട്ടോ. അപ്പോൾ ഈ മൂടി വെക്കുന്ന മൂടിയിൽ ഇതുപോലൊക്കെ ഉള്ള ഓട്ടയൊക്കെ ഉള്ള അടപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മണമൊക്കെ വെളിയിലേക്ക് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് തുളന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഒരു 20 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിലും ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ്, അടിപൊളി രുചിയും മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ധൃതി പിടിച്ചുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് വിശപ്പ് കൂടി ഈ ഒരു മണം അടിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വിശന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മൂടി വെച്ച് ചെറിയൊരു ബഹളിയായി പോയതുകൊണ്ട് പച്ചമുളക് കുത്തി വയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ പുക വയ്ക്കുമ്പം അതിന് ചുറ്റും ഒരു 3-4 പച്ചമുളക് കൂടെ കൂടിയിട്ട് ഒന്ന് കുത്തി വയ്ക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.